നവമി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇന്നലെ നമ്മളത് കൈകാര്യം ചെയ്തത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഹണി റോസിനെതിരായ സൈബർ അധിക്ഷേപ കേസ്. അതിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് ഇന്ന് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 30-ലധികം പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇതുവരെ കേസെടുത്തിരിക്കുന്നത്. അശ്ലീല കമന്റുകൾ ഇട്ടവരുടെ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നും അറിയുന്നു. നവമി, ഈ വിഷയത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ്, ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവർ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് ഈ കാര്യത്തിൽ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അശ്വതി, ആദ്യമായിട്ടായിരിക്കും ഒരു പരാതി നൽകിയതിന്റെ മണിക്കൂറുകൾക്കകം തന്നെ ആദ്യ അറസ്റ്റ്, അതും ഈ സൈബർ ആക്രമണത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് ഇത്രയും വേഗം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്തായാലും സെൻട്രൽ പോലീസ് മണിക്കൂറുകൾക്കകമാണ് ഹണി റോസിന്റെ പരാതി പരിഗണിച്ച് അതിലെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുമ്പളം സ്വദേശിയായ ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും പോലീസ് ഈ അന്വേഷണത്തിന്റെ പുറകിൽ തന്നെയാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇത് ഒരു ഹണി റോസിന്റെ മാത്രമല്ല, സൈബർ ലോകത്ത് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി തന്നെയാണ് പോലീസും ഈ ഒരു വിഷയത്തെ കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രൊഫൈലുകളെല്ലാം പരിശോധിച്ച് സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോടു കൂടിയായിരിക്കും അടുത്ത അറസ്റ്റിലേക്ക് കടക്കുക. എറണാകുളം ജില്ലയിൽ എത്രയും വേഗം പിടിക്കാൻ പറ്റുന്ന ഒരു പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലേക്കും ഇത് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ സൈബർ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നവർ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവരൊക്കെ പലപ്പോഴും വ്യാജ പ്രൊഫൈലുകൾ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് ഇത് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇവരെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ഇവരെ എങ്ങനെ കണ്ടെത്താം എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം സൈബർ സെല്ലുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അടുത്ത അറസ്റ്റിലേക്ക് കടക്കുക. എന്തായാലും ഈ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടില്ല, കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹണി റോസ് ഇടുന്ന പുതിയ പോസ്റ്റിന്, അതായത് ഇന്നലെ ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ആദ്യത്തെ അറസ്റ്റിന് ശേഷം വീണ്ടും ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അതിൽ ഇനി ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്നവർക്ക് നിയമപരമായി തന്നെ താൻ പുറകിലുണ്ടാകും എന്നുള്ളൊരു കുറിപ്പായിരുന്നു ഹണി റോസ് പിന്നീട് ഇട്ടിരുന്നത്. ഇതിന്റെ താഴെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വരും മണിക്കൂറിൽ ഇന്നൊക്കെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റ് ജില്ലകളിലേക്കും ഉള്ള ആളുകളെ അവരെ മറ്റ് പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ച് ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികളും അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ സെൻട്രൽ പോലീസാണ് ഇതിൽ കേസെടുത്ത് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും നമുക്കറിയാം, ഇന്നലെ തന്നെ ന്യൂസ് 18നോട് ഹണി റോസ് പ്രൈം ഡിബേറ്റിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കടുത്ത നടപടികളുമായി അല്ലെങ്കിൽ ഈ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി, അത് സ്ത്രീയോ പുരുഷനോ എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മോശം കമന്റ് ഇടുന്ന വ്യക്തികൾക്ക് ഒരു താക്കീത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആദ്യത്തെ അറസ്റ്റോടുകൂടി പോലീസും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ കമന്റ് ഇടുന്നവർക്കെതിരെ കൂടുതൽ നടപടിയുമായി മുന്നോട്ട് പോകും. ഒരു വ്യക്തി അത് തന്നെ വളരെ മോശമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തി പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു എന്നൊരു കാര്യമായിരുന്നു ഹണി റോസ് ആദ്യം ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടത്. അതിന് താഴെയാണ് ഇത്തരത്തിലുള്ളൊരു മോശം കമന്റ് വന്നത്. ആ വ്യക്തിക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ളൊരു മോശം രീതിയുമായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ തനിക്കെതിരെ മോശമായിട്ടുള്ള പരാമർശം നടത്തിയാൽ അയാൾക്കെതിരെയും നടപടി ഉണ്ടാകും. അതോടൊപ്പം ആ വ്യക്തിയുടെ പേര് തൽക്കാലം പുറത്ത് പറയുന്നില്ല, പക്ഷെ അത് പറയാൻ തനിക്ക് പേടിയില്ല. നിയമോപദേശം തേടിയതിനു ശേഷം ആ വ്യക്തിയുടെ പേര് തനിക്ക് വേണ്ടി മാത്രമല്ല ഈ പോരാട്ടം എന്നുകൂടി ഹണി റോസ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ അല്ലേ. ഇത്തരത്തിൽ ഈ ഫേക്ക് പ്രൊഫൈലിൽ നിന്നൊക്കെ വന്ന് എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ. അതിനൊക്കെ ഒരു അറുതി ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനൊരു തുടക്കം എന്ന രീതിയിലാണ് തന്റെ പോരാട്ടം എന്നല്ലേ ഹണി പറഞ്ഞത്? തീർച്ചയായും അശ്വതി, നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്നത് സെലിബ്രിറ്റികൾ തന്നെ ആയിരിക്കും. അത്തരത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് നേരെ ആയിരിക്കും, അവരുടെ വസ്ത്രധാരണത്തിന് നേരെ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് നേരെ, അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ച് പിൻവാങ്ങുന്നവരായിരിക്കും. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതായിരിക്കും. ഹണി റോസിനെതിരായിട്ടുള്ള സൈബർ ആക്രമണം നമുക്ക്
നമുക്കറിയാം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായി ഹണി റോസ് ഇത് നേരിടുന്നതാണ്. പല ഈ സ്റ്റേജ് പരിപാടികൾക്കും ഈ ഉദ്ഘാടന വേദികളിലൊക്കെ വരുന്നതും അതിൽ നിന്ന് മോശമായിട്ടുള്ള രീതിയിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ മോശം കമന്റുകളോട് തലക്കെട്ടോടു കൂടിയൊക്കെ പ്രചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പല ഇന്റർവ്യൂകളിലും ഹണി റോസ് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തൽക്കാലം ഇതിലൊക്കെ താൻ ഇത് കണ്ടില്ല എന്ന് നടിച്ചു മുന്നോട്ട് പോകുന്നതാണ് പതിവ്. പക്ഷെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. എല്ലാവരെയും പോലെ മനുഷ്യൻ തന്നെയാണ് ഞാനും. തനിക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു ഡിപ്രഷൻ എന്ന നിലയിലേക്കൊക്കെ താൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ഹണി റോസ് ഇന്നലെയും ന്യൂസ് 18നോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും പ്രതികരിക്കേണ്ട എന്ന്, അല്ലെങ്കിൽ തന്റെ ഒരു സ്വഭാവമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത് ഹണി റോസ് മാത്രമല്ല ഒട്ടുമിക്ക സെലിബ്രിറ്റീസ് ഒക്കെ സ്വീകരിക്കുന്ന വഴി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഒരു പരിധി കടന്നപ്പോൾ, ഇത് വലിയ രീതിയിലുള്ള ആക്രമണം തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് പ്രതികരിക്കാമെന്ന രീതിയിലേക്ക് താൻ മുന്നോട്ട് വരുന്നത്. നിയമോപദേശമൊക്കെ തേടി, കൃത്യമായി നിയമോപദേശം തേടിയതിനു ശേഷം തന്നെയാണ് ഈ ഒരു നടപടിയുമായി അല്ലെങ്കിൽ ഈ ഒരു നിലപാടുമായി തന്നെ മുന്നോട്ട് വരാൻ കാരണമെന്ന് കൂടി ഹണി റോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം അശ്വതി, ഈ ഹണി റോസിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വളരെ ഹണി റോസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്, കമന്റുകളാണ് ഏറെ വരുന്നത് എന്നുള്ളതും എന്തായാലും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്കൊക്കെ ഈ ഒരു അറസ്റ്റോടുകൂടി വലിയൊരു പേടി, ഭയം തട്ടി എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപ് ഹണി റോസ് ഇടുന്ന ഫോട്ടോകൾക്കായാലും പോസ്റ്റുകൾക്കായിട്ടൊക്കെ വളരെ മോശം കമന്റ് വരും. പക്ഷേ ഇന്നലെ ഈ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കമന്റിന് താഴെ അഭിനന്ദിച്ചുകൊണ്ടുള്ള, പ്രകീർത്തിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. അശ്വതി.